മാനന്തവാടി പടമലയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി ആനയെ കണ്ടെത്തി. മണ്ണുണ്ടിക്ക് സമീപമാണ് ആനയെ ദൌത്യസംഘം കണ്ടെത്തിയിട്ടുള്ളത്. ആനയുടെ സ്ഥലം ദൌത്യസംഘം വളഞ്ഞിരിക്കുകയാണ്. ആനയെ വളയാൻ കുങ്കിയാനകൾ സമീപത്ത് എത്തിയിട്ടുണ്ട്. മൃഗഡോക്ടർമാരുടെ സംഘം വനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, നിലവിലെ അവസ്ഥ എന്താണ്? വിശദാംശങ്ങൾ. നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റുകാരും മോഴയാനും തമ്മിൽ ഒരു കള്ളനും പോലീസും കളി തുടരുകയാണെന്ന് വേണമെങ്കിൽ വളരെ സിമ്പിളായി പറയാം. കാരണം ആനയുടെ അടുത്തേക്ക് ഈ വനത്തിനകത്തേക്ക് പോയ ദൗത്യ സംഘത്തിലുള്ള RRT സംഘത്തിൻ്റെ ട്രാക്കിംഗ് ടീം എത്തുന്നുണ്ട്. ട്രാക്കിംഗ് ടീം എത്തുന്ന സമയത്ത് ഇവർക്ക് പിന്നിലുള്ള ഈ പറഞ്ഞ മയക്കുവെടി വെക്കുന്ന വിദഗ്ധരടക്കമുള്ളവരെ, സർജന്മാരടക്കമുള്ള ടീമിനെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തും. ഇപ്പോൾ ഇതോടൊപ്പം തന്നെ കുങ്കിയാനകളും ഉണ്ടാകും. ഈ സംഘം ഈ ആനയുള്ള ഭാഗത്തേക്ക് എത്തുമ്പോൾ തന്നെ ആന വീണ്ടും കൂടുതൽ ഉൾവനത്തിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആനയെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു സ്ഥലത്ത് ആന നിർത്തി അവിടെ വെച്ച് ആനയെ നിരീക്ഷിച്ച് ആനയെ മയക്കുവെടി വെക്കുന്ന നടപടിക്രമങ്ങളിലേക്കൊന്നും കടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ അല്പം മുമ്പ് ഇവിടുത്തെ വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ളവരോട് സംസാരിച്ച സമയത്തും പറഞ്ഞത് ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്തായാലും മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരമൊരു ആക്ഷൻ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഉള്ളത് ഈ പ്രദേശത്ത് ഒരു ക്യാമ്പ് ഓഫീസ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മേഖലയിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ ദൗത്യത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളൊരു മേഖലയിലാണ് നമ്മളുള്ളത്. പക്ഷേ ഇവിടെ അത്തരം ഒരു ആക്ഷൻ ഓപ്പറേഷൻ നടക്കുന്നതിൻ്റെ രീതിയിലുള്ള ഒരു പിരിമുറുക്കമോ അല്ലെങ്കിൽ അത്ര ജാഗ്രത ഒരു നിർദ്ദേശങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ ഈ ബാവലിയിൽ നിന്നും കാട്ടിക്കുളത്തേക്കുള്ള റോഡിൽ വാഹന ഗതാഗതം അടക്കമുള്ളവ സുഗമമായി തന്നെ പോകുന്നു. കാരണം വാഹന ഗതാഗതം നിരോധിക്കുന്ന അല്ലെങ്കിൽ മറ്റ് നിയന്ത്രണങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അതായത് ആനയെ മയക്കുവെടി വെക്കുന്നത് പോലെയുള്ള ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഇപ്പോൾ നടക്കുന്നില്ല. പകരം ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആനയുള്ളിടത്തേക്ക് ഈ സംഘം RRT സംഘം എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആന കൂടുതൽ ഉൾവലിഞ്ഞ വനത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിന് പ്രത്യേകമായി ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് വെച്ച് നോക്കിയാൽ നമുക്ക് ഈ കുങ്കിയാനകളുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കുന്ന സമയത്ത്, മറ്റൊരാനയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന സമയത്ത് ഈ മോഴയാന അത് കൂടുതൽ ദൂരേക്ക് നീങ്ങും. അത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം ഒരു അവസ്ഥയാണ് നിലവിൽ ഈ വനത്തിനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അതീവ ദുർഘടമായ മേഖലയിലാണ് ഇപ്പോൾ ഈ വനപാലകരും ഈ പറഞ്ഞ RRT സംഘവും ഈ ആനയെ മയക്കുവെടി എടുക്കുന്ന സംഘവും അടക്കമുള്ള 150-ലധികം പറയുന്ന ഉദ്യോഗസ്ഥരുള്ളത്. ഏതാണ്ട് 18ഓളം ടീമുകളുണ്ട്. അപ്പോൾ അവരിപ്പോഴും ഈ വനത്തിനുള്ളിൽ തന്നെയുണ്ട്. അവർ അവിടെ ആനയെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ആനയെ നിരീക്ഷിക്കുന്നുണ്ട്, ആനയുള്ള ഭാഗത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. കുങ്കിയാനകളെയും അവിടെ ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം, ഈ ആന കൂടുതൽ അകന്നകന്ന് പോകുന്നത് കൊണ്ട് തന്നെ മയക്കുവെടി വെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അത് സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും ഇപ്പോൾ ഉടനെ ആനയെ മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള പ്രചാരണങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് നൽകുന്ന മറുപടി. ഒരു പക്ഷേ ഈ വനത്തിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ പുറത്തുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യബോധമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അറിയിപ്പുകൾ ലഭിക്കുക. പക്ഷേ അത്തരം അറിയിപ്പുകളൊന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ കൃത്യമായി പറയുന്നത് നിലവിൽ ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. നിലവിൽ ഈ സാഹചര്യമാണ് നമുക്ക് ഈ ഓപ്പറേഷൻ വേലൂർ മധ്യ നടക്കുന്ന മേഖലയിൽ നിന്ന് നൽകാനുള്ളത്. ആതിര. പ്രജിത്ത്, അപ്പോൾ കൃത്യമായി ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ് ഈ ഒരു ദൗത്യം നീണ്ടുപോകാൻ ഒരു സാധ്യതയായി കണക്കാക്കുന്നത്, അല്ലേ? അങ്ങനെയല്ല അതിര. കാരണം ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആനയെ ഉദ്യോഗസ്ഥർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഉദ്യോഗസ്ഥർ അടുത്തെത്തുന്ന സമയത്ത് ഇതൊരു വളരെ അപകടകാരിയായ ആനയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു 60-70 അടി അല്ലെങ്കിൽ ഒരു 100 അടി അടുത്തൊക്കെ ആനയെടുത്ത് ചെല്ലുക എന്ന് പറയുന്നത് അതൊരു മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുക. പക്ഷേ ഈ ആന വളരെ പെട്ടെന്ന് അക്രമ സ്വഭാവം കാണിക്കുന്ന, വളരെ അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആനയാണ്, വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ആനയാണ്. അപ്പോൾ ഏത് നിമിഷവും ഈ പറഞ്ഞ രീതിയിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ വേണമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കാനൊക്കെ എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അവർ ആനയുടെ പുറകിൽ തന്നെയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒരു മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് ആന എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ മറ്റ് ഈ ഡാർട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവർ എത്തുന്ന സമയത്തേക്ക് ആന ഈ കുങ്കിയാനകളുടെ മറ്റും സാന്നിധ്യം തിരിച്ചറിയുകയും അവിടെ നിന്ന് വീണ്ടും നീങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആന കൃത്യമായി ഒരിടത്ത് നിൽക്കാതെ ആനയ്ക്ക് ഒരു സേഫായിട്ടുള്ള ഒരു കൃത്യമായി ദൗത്യം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മേഖലയിൽ ആനയെ കൃത്യമായി നിർത്താൻ കഴിയാതെ ദൗത്യം അല്ലെങ്കിൽ ഈ മയക്കുവെടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഉൾക്കാട്ടിലാണ്. ഉൾക്കാട്ടിൽ വളരെ ഉള്ളിൽ വെച്ച് ആനയെ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആനയെ ഈ റോഡിൻ്റെ സൈഡിലേക്കൊക്കെ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യമാകും. എന്തായാലും ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ്. ഈ പ്രദേശത്തിൻ്റെ ഒരു ഘടന, ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഒപ്പം വളരെ കൂടുതൽ മരങ്ങളും കുറ്റിച്ചെടികളും വലിയ പൊന്തക്കാടുകളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വനപ്രദേശമാണ്. ഈവനായിട്ടുള്ള ഒരു പ്ലേസ് അല്ല, അൺഈവനായിട്ടുള്ള പ്ലേസാണ്. ചെറിയ കുന്നിൻ ചരിവുകളുണ്ട്, മടക്ക് രീതിയിലുള്ള സ്ഥലങ്ങളുണ്ട്, വലിയ ഗർത്തങ്ങൾ
പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വെച്ച് ആനയെ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആനയ്ക്ക് അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ അത്തരം ഒരു മേഖലയിൽ വെച്ച് ഈ ഒരു നടപടികളിലേക്ക് പോകില്ല. ഏറ്റവും കഴിയുന്നത്ര ആനയ്ക്ക് സുരക്ഷിതമായി വാഹനത്തിലേക്ക് കയറ്റാൻ, കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വെച്ച് മാത്രമേ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുള്ളൂ. അതിന് ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്ന സമയം, വാഹനം എത്തിക്കാനുള്ള സൗകര്യം, ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആനയെ നിരീക്ഷിക്കാനുള്ള സമയം, രണ്ടാമത്തെ മയക്കുവെടി ഷോട്ട് അത് വെക്കാനുള്ളൊരു ആന മൂവി ചെയ്യാനുള്ള ഒരു ഏരിയയുടെ ഒരു കണക്ക്, അതുപോലെ തന്നെ ഈ കുങ്കിയാനകളെ ഈ സമയത്തേക്ക് എത്തിക്കുന്നതിൻ്റെ സാഹചര്യം. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ഒരേ സമയം ഒത്തിണങ്ങിൽ വന്നെങ്കിൽ മാത്രമേ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ വനം വകുപ്പിന് കഴിയുകയുള്ളൂ. പക്ഷേ നിരീക്ഷണം ശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന മറുപടി. അത് പ്രത്യേകിച്ച് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ദൗത്യത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് നിലവിലത്തെ സാഹചര്യം ഇതാണ് എന്നുള്ള കാര്യം നമ്മോട് വ്യക്തമാക്കുന്നത്. അതായത് മയക്കുവെടി വെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണമാകുന്നത് ഒന്ന്, ആനയുടെ ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും അതാണ്. ഒരു ആനയെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ഒരു സാഹചര്യമില്ലാത്ത മേഖലയിൽ പലപ്പോഴും ആന വീണ്ടും വീണ്ടും കടന്നു പോകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നതാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ആതിര. ശരി, ഏതായാലും മാനന്തവാടി പടമലയിൽ ഇറങ്ങിയ ആളെ കൊല്ലി ആനയെ കണ്ടെത്തിയിരിക്കുകയാണ്. മണ്ണുണ്ടിക്ക് സമീപമാണ് ആനയെ ദൗത്യസംഘം കണ്ടെത്തിയിരിക്കുന്നത്. ആനയുള്ള സ്ഥലം ദൗത്യസംഘം വളഞ്ഞിരിക്കുകയാണ്. ആനയെ വളയാൻ കുങ്കിയാനകൾ സമീപത്ത് എത്തിയിട്ടുണ്ട്. മൃഗഡോക്ടർമാരുടെ സംഘം വനത്തിലേക്ക് പ്രവേശിച്ചിട്ടുമുണ്ട്. പ്രജിത് മോഹനനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.